സോ ഹലോ ഗൈസ്. ഒരു കോൾ വരുന്നു. അശോക് നഗറിൽ ഒരാൾ മരിച്ചതായി മെഹുലിന് വിവരം കിട്ടുന്നു. കോൾ കട്ട് ചെയ്തതും മെഹുലിന് മറ്റൊരു കോൾ വരുന്നു. ന്യൂ മാർക്കറ്റിലെ ബാങ്കിനുള്ളിൽ കള്ളന്മാർ ആളുകളെ ഗൺ പോയിന്റിൽ നിർത്തി മോഷണം നടത്തുന്നു. പെട്ടെന്ന് തന്നെ റെഡിയാകും. തന്റെ തോക്കും എടുക്കുന്നു. ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് പറയാമോ മെഹുൽ ആദ്യം എവിടെ പോകുമെന്ന്? ആദ്യത്തെ ലൊക്കേഷനിലോ രണ്ടാമത്തെ ലൊക്കേഷനിലോ? ഒന്നാമത്തെ. അശോക് നഗറിൽ മർഡർ സംഭവിച്ചു കഴിഞ്ഞു. മെഹുലിന് അയാളുടെ ജീവൻ തിരികെ നൽകുവാനാവില്ല. പക്ഷേ ന്യൂ മാർക്കറ്റിൽ കൊള്ള നടന്നുകൊണ്ടിരിക്കുകയാണ്. മെഹുലിന് ആ മോഷണം തടയുവാൻ സാധിക്കും. പെട്ടെന്ന് തന്നെ തന്റെ കാറിൽ ന്യൂ മാർക്കറ്റിൽ എത്തുന്നു. ലോജിക്കൽ ആർമി, നിങ്ങൾ കമന്റിലൂടെ പറയും മെഹുൽ ചെയ്തത് ശരിയാണോ? മെഹുൽ അവിടെ 3 ബാങ്കുകൾ കാണുന്നു. പക്ഷേ മെഹുലിന് മനസ്സിലായില്ല കള്ളന്മാർ ഏത് ബാങ്കിനുള്ളിലാണ് മോഷണം നടത്തുന്നതെന്ന്. ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുമോ ഏത് ബാങ്കിനുള്ളിലാണ് മോഷണം നടക്കുന്നതെന്ന്? ചിന്തിക്കൂ. ഞാൻ നോക്കട്ടെ. മിക്കവാറും ബി ആയിരിക്കും. ബി. 3 ബാങ്കും പുറത്തു നിന്ന് നോക്കുമ്പോൾ നോർമൽ ആണെന്നാണ് തോന്നുന്നത്. രണ്ടാമത്തെ ബാങ്കിലേക്ക് ശ്രദ്ധിച്ചു നോക്കൂ. പുറത്ത് 1 അല്ല 4 സെക്യൂരിറ്റി ഗാർഡ്സ് നിൽക്കുന്നുണ്ട്. പക്ഷേ ഒന്നാമത്തെയും മൂന്നാമത്തെയും ബാങ്കിന് മുന്നിൽ ഒരു സെക്യൂരിറ്റി ഗാർഡ് വീതമാണുള്ളത്. അപ്പോൾ തന്നെ മെഹുലിന് മനസ്സിലാകുന്നു രണ്ടാമത്തെ ബാങ്കിനുള്ളിൽ എന്തോ കുഴപ്പമുണ്ടെന്ന്. കാരണം ബാങ്കിന് മുന്നിൽ ഒരിക്കലും 4 ഗാർഡ്സ് ഉണ്ടാകുകയില്ല. അവർ കള്ളന്മാരാകുവാനാണ് സാധ്യത. പുറത്ത് സുരക്ഷ ഒരുക്കുകയാണവർ. അകത്തുള്ള കള്ളന്മാരുടെ മോഷണം എളുപ്പമാക്കുവാനായി മെഹുൽ ആദ്യം നഗരത്തിലെ പോലീസ് ഓഫീസർക്ക് കോൾ ചെയ്യുന്നു. മെഹുൽ അദ്ദേഹത്തോട് കാര്യങ്ങൾ കോൾ ചെയ്ത് പറയുന്നു. ന്യൂ മാർക്കറ്റിലെ 4 ഭാഗവും വളയണം. ഈ കാര്യം പുറത്താരും അറിയുവാനും പാടില്ല. കുറച്ചു കഴിഞ്ഞതും പോലീസുകാരൻ ബാങ്കിന്റെ 4 ഭാഗത്തുമുള്ള ബിൽഡിങ്ങുകളിൽ ഒളിച്ചിരിക്കുന്നു. തങ്ങളുടെ സ്പെഷ്യൽ സ്നൈപ്പർ ഗണ്ണുകൾ കൊണ്ട് മുന്നിൽ പിടിക്കുന്നു. മെഹുൽ തന്റെ തോക്ക് കോട്ടിനുള്ളിൽ ഒളിപ്പിക്കുന്നു. എന്നിട്ട് ചില ഡോക്യുമെന്റുകളുമായി രണ്ടാമത്തെ ബാങ്കിനുള്ളിലേക്ക് കയറുവാൻ ഒരുങ്ങുന്നു. പക്ഷേ ബാങ്കിന് പുറത്ത് നിൽക്കുന്ന സെക്യൂരിറ്റി ഗാർഡ് മെഹുലിനെ തടയും. എന്നിട്ട് മെഹുലിനോട് പറയുന്നു, ബാങ്കിലെ ജീവനക്കാരെല്ലാം ഭക്ഷണം കഴിക്കുകയാണ്. ഇപ്പോൾ ലഞ്ചിന്റെ സമയമാണ്, പിന്നെ വരും. പക്ഷേ മെഹുലിന് മനസ്സിലായി അയാൾ കള്ളം പറയുകയാണെന്ന്. അതെങ്ങനെ മനസ്സിലായി? ചിന്തിക്കൂ. അയാള് ലഞ്ച് കഴിക്കുന്നു. ബാങ്കിന്റെ അകത്താണ് ലഞ്ച് കഴിക്കുന്നത്. നോക്കൂ, പുറത്തൊരു ക്ലോക്ക് ഉണ്ട്. അതിൽ സമയം 4 മണി കഴിഞ്ഞിരിക്കുന്നു. 4 മണിക്ക് ഏത് ബാങ്കിലാണ് ലഞ്ച് ബ്രേക്ക് ഉള്ളത്? ഞാൻ ബാങ്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്നാണ് വരുന്നത്. എനിക്ക് ഇവിടുത്തെ മാനേജറോട് ഒരു പ്രധാന കാര്യം പറയാനുണ്ട്. എനിക്ക് തീരെ സമയമില്ല. എനിക്ക് അകത്തേക്ക് പോകണം. പക്ഷേ ഗാർഡ്സ് മെഹുലിന്റെ അകത്തേക്ക് കടക്കുന്നു. തന്റെ ഒരു കൈ ഉയർത്തി ഓഫീസേഴ്സിന് ചില സിഗ്നൽ നൽകുന്നു. അപ്പോൾ ബാങ്കിന്റെ അടുത്ത ബിൽഡിംഗിൽ ഒളിച്ചിരുന്ന ഓഫീസേഴ്സ് വെടിവെക്കുവാൻ തുടങ്ങും. ഗാർഡ്സ് എല്ലാം അതും ശബ്ദം പോലുമില്ലാതെ. അപ്പോൾ തന്നെ പോലീസ് ആ ഗാർഡിനെ മാറ്റി അവരുടെ സ്ഥാനത്ത് നിൽക്കുന്നു. മെഹുൽ ബാങ്കിനുള്ളിൽ എത്തുന്നു. ബാങ്കിനുള്ളിൽ 4 പേർ ഗൺ പോയിന്റിൽ പണം കൊള്ളയടിക്കുകയായിരുന്നു. അവർ 4 വലിയ ചാക്കുകളിൽ പണം നിറയ്ക്കുകയായിരുന്നു. മെഹുലിനെ കണ്ടതും കള്ളന്മാർ പേടിക്കുന്നു. നമ്മുടെ കള്ളന്മാര് വെടിയൊക്കെ നോക്കിയാണ്, പക്ഷെ നടക്കുന്നില്ല. അയ്യോ, മെഹുൽ മനഃപൂർവ്വം കള്ളന്മാരെ ജനാലക്കരികിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ നിന്നാൽ അടുത്തുള്ള ബിൽഡിംഗ് കാണാം. അവസരം കിട്ടിയപ്പോൾ ബിൽഡിംഗിലുണ്ടായിരുന്ന ഓഫീസേഴ്സ് 4 പേരെയും ബോധ്യപ്പെടുത്തുന്നു. അതിനുശേഷം ഹാൻഡിൽ ചെയ്യണം. എനിക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകണം. പെട്ടെന്ന് തന്നെ അശോക് നഗറിൽ എത്തുന്നു. മെഹുലിന് മനസ്സിലാകുന്നില്ലായിരുന്നു ഡെഡ് ബോഡി ഏത് വീട്ടിനുള്ളിലാണെന്ന്. അശോക് നഗർ കോളനിയിൽ എത്തിയതും മെഹുലിന് 3 വീടുകൾ കണ്ടിട്ട് സംശയമാകുന്നു. നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ 3-ൽ ഏത് വീട്ടിലാകും ഡെഡ് ബോഡി ഉള്ളതെന്ന്? ഞാൻ പറയാം. കുറെ പേര് അപ്പുറത്ത് ആദ്യത്തെ പൂ ഇതുകൊണ്ട് വിഷമിച്ചിരിക്കുന്നു. അവിടെ വിഷമിച്ചിരിക്കുന്നു ആൾക്കാര്. വീടുകളിൽ നിന്നും ആളുകൾ പുറത്തേക്ക് വരുന്നുണ്ട്, അകത്തേക്ക് പോകുന്നുമുണ്ട്. പക്ഷേ ശ്രദ്ധിച്ചു നോക്കൂ, ആദ്യത്തെ വീട്ടിലെ ആളുകൾ പച്ചക്കറിയും ഭക്ഷണ സാധനങ്ങളുമായാണ് പോകുന്നത്. മൂന്നാമത്തെ വീട്ടിൽ പൂക്കളും ഐസ്ക്രീമുമായാണ് പോകുന്നത്. പക്ഷേ രണ്ടാമത്തെ വീട്ടിൽ അങ്ങനെയല്ല. അതായത് ഈ വീടിനുള്ളിലായിരിക്കും ഡെഡ് ബോഡി. മെഹുൽ രണ്ടാമത്തെ വീടിനുള്ളിലേക്ക് പോകുന്നു. അവിടെ ഒരാളുടെ ഡെഡ് ബോഡി ഉണ്ടായിരുന്നു. മെഹുൽ ആളുകളോട് വിവരം. ആദ്യത്തെ ആൾ പറയുന്നു അയാളുടെ പേര് രജത് എന്നാണ്. കഴിഞ്ഞ രാത്രി നന്നായി മദ്യപിച്ചിട്ടാണ് വീട്ടിലെത്തിയതെന്ന്. രാവിലെ ഒരുപാട് നേരമായിട്ടും രജത് വാതിൽ തുറന്നില്ല എന്നും അതുകൊണ്ട് അവർക്ക് ഡൗട്ട് തോന്നിയാണ് അകത്തേക്ക് നോക്കിയപ്പോൾ രജത് മരിച്ചു കിടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതെന്നും. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. പ്രശ്നം അല്പം ഗുരുതരമാണല്ലോ. മെഹുൽ പെട്ടെന്ന് തന്നെ ബോഡി ഡോക്ടർ സഞ്ജനയുടെ ലാബിലേക്ക് കൊണ്ട് ലോക്ക് ചെയ്തിരുന്നു. ആദ്യത്തേത് ഡിജിറ്റൽ മാപ്പ്, രണ്ടാമത്തേത് പേപ്പർ മാപ്പ്, മൂന്നാമത്തേത് ലോജിക്കൽ മാപ്പ്, നാലാമത്തേത് താമ്രപത്രം. നിങ്ങൾക്ക് പറയാമോ 4-ൽ ഏതാണ് ഓഡ് വൺ ഔട്ട് എന്ന്? ലോജിക്ക്. ഡിജിറ്റൽ മാപ്പ് ഓടുക. ഡിജിറ്റൽ മാപ്പ് ഒഴിച്ച് ബാക്കി എല്ലാ മാപ്പിലും ഇന്റർനെറ്റ് ഉപയോഗിക്കുവാൻ സാധിക്കില്ല. പക്ഷേ ഡിജിറ്റൽ മാപ്പ് ഇന്റർനെറ്റിന്റെ സഹായത്താൽ പ്രവർത്തിക്കും.
മെഹുൽ ബട്ടൺ പ്രസ് ചെയ്യുന്നു. വാതിൽ തുറക്കുന്നു. എന്നിട്ട് മെഹുൽ ലാബിന്റെ ഉള്ളിൽ എത്തുന്നു. ലാബിന്റെ ഉള്ളിൽ ഡോക്ടർ സഞ്ജന തന്റെ റിസർച്ച് ചെയ്യുകയായിരുന്നു. ഓക്കെ. ഡോക്ടർ സഞ്ജന പെട്ടെന്ന് തന്നെ ഈ ഡെഡ് ബോഡിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കുക. എങ്കിലേ സത്യം എന്താണെന്ന് അറിയുവാൻ സാധിക്കൂ. ഡോക്ടർ സഞ്ജന ചെയ്തുകൊണ്ടിരുന്ന തന്റെ മോനിപ്പോഴാണ് ജോലി അറിയുന്നത്. മാറ്റിവെച്ച് രജത്തിന്റെ ഡെഡ് ബോഡി പരിശോധിക്കുവാൻ ഓക്കെ. തുടങ്ങും. മെഹുൽ അവിടെയുള്ള സോഫയിൽ ഇരിക്കുന്നു. ഡിറ്റക്റ്റീവ് IQ ഗെയിം കളിക്കുവാൻ തുടങ്ങും. ഇത് ഓക്കെ. എന്നെ പോലെ ഡിറ്റക്റ്റീവ് സ്കിൽ വളർത്തുവാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഗെയിമാണ്. ലോജിക്കൽ ആർമി നിങ്ങളും കളിക്കുവാൻ തുടങ്ങും. അപ്പോൾ ഡോക്ടർ സഞ്ജന മെഹുലിനോട് പറയുന്നു, രജത്തിന്റെ മരണ കാരണം വിഷമുള്ളിൽ ചെന്നതുകൊണ്ടാണ്. അവന് മദ്യത്തിൽ വിഷം കലർത്തി നൽകിയതാണെന്ന്. ഇത് സാധാരണ മദ്യമല്ല, ദുബായിലെ സ്പെഷ്യൽ മദ്യമാണ്. പക്ഷേ ദുബായിലെ സ്പെഷ്യൽ മന്തി. ഒരു കട മാത്രമാണുള്ളത്. ഇപ്പൊ ദുബായിലെ ആൾക്കാരാണോ വിഷം വിൽക്കുന്ന പറഞ്ഞ്? വിഷം കലർത്തി നൽകിയത് അയാൾ വളരെ പണക്കാരനാണ്. അതിനാലാണ് ഇത്ര വിലയുള്ള മദ്യം വിൽക്കുന്ന കടയിൽ പോയത്. മെഹുൽ അതാ. നേരെ മദ്യ ഷോപ്പിലേക്ക് പോകുന്നു. ഞാൻ ഡിറ്റക്റ്റീവ് മെഹുലാണ്. എനിക്ക് ഇന്നലെ രാത്രിയിലെ CCTV ക്യാമറ ചെക്ക് ചെയ്യണം. മെഹുൽ ആ മദ്യശാലയിലെ CCTV ക്യാമറ ചെക്ക് ചെയ്യുന്നു. അതിൽ രജത്തിനെ കാണുന്നു. രജത്തിനൊപ്പം ഒരാൾ കൂടി ഇരിക്കുന്നുണ്ടായിരുന്നു. രണ്ടുപേരും മദ്യപിക്കുകയായിരുന്നു. രണ്ടാമൻ തന്റെ കഴുത്തിൽ ഒരു ID കാർഡും ധരിച്ചിട്ടുണ്ടായിരുന്നു. മെഹുൽ ക്യാമറ സൂം ചെയ്ത് ID കാർഡിലെ പേര് വായിക്കുവാൻ ശ്രമിക്കുന്നു. പക്ഷേ അയാൾ വളരെ സൂത്രശാലിയായിരുന്നു. അയാൾ ID കാർഡ് കവർ ചെയ്തിരുന്നു. മെഹുലിന് അവന്റെ പേര് കാണുവാൻ കഴിഞ്ഞില്ല. അവന്റെ മുഖവും കാണുവാൻ സാധിച്ചിരുന്നില്ല. ഇയാൾ വളരെ തന്ത്രശാലിയാണ്. പക്ഷേ എന്തെങ്കിലും ഒരു തെളിവ് അവശേഷിപ്പിക്കാതിരിക്കില്ല. അവനും ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുമോ അവന് എന്ത് തെറ്റാകും സംഭവിച്ചതെന്ന്? ചിന്തിക്കൂ. അവൻ ഇപ്പൊ എന്ത് തെറ്റ് വരാനാ? അവന്റെ കയ്യിൽ മറ്റൊരു ചിഹ്നം ഉണ്ട്, അല്ലാതെ എന്തിരിക്കണേ? ഒരു ചിഹ്നം പോലത്തെ ഒരു സംഭവം. അയാളുടെ കഴുത്തിലുള്ള ID കാർഡിലേക്ക് നോക്കൂ. അത് ഒളിപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ അതിലൊരു ടാഗ് ഉണ്ടല്ലോ. അതിൽ കമ്പനിയുടെ പേരും എഴുതിയിരുന്നു. ഇയാൾ VR ഗ്രൂപ്പിലാണ് ജോലി ചെയ്യുന്നത്. മെഹുൽ പെട്ടെന്ന് തന്റെ കാറിൽ VR ഗ്രൂപ്പിലേക്ക് എത്തുന്നു. VR ഗ്രൂപ്പ് ഒരു വലിയ ജുവലേഴ്സിന്റെ കമ്പനിയാണ്. മെഹുൽ അവിടെ എത്തിയതും എല്ലാവരെയും ചോദ്യം ചെയ്തു. മെഹുൽ 3 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. നീരവ്, രാഘവ്, പിന്നെ കൃഷ്ണ. അവരിൽ മെഹുലിന് സംശയം ഉണ്ടാകുന്നു. നീരവ് പറയുന്നു, ഞാൻ ഇന്നലെ രാത്രി ഓഫീസിൽ ജോലി ചെയ്യുകയായിരുന്നു, വീട്ടിൽ പോലും പോയില്ല. രാഘവ് പറയുന്നു, പോയതായിരുന്നു സർ. ഇത് നോക്കൂ സർ, ടിക്കറ്റ്. കൃഷ്ണ പറയുന്നു, സർ ഞാൻ ഓഫീസിൽ നിന്ന് നേരെ വീട്ടിലേക്കാ പോയത്, എന്നിട്ട് പുറത്തു പോയിട്ടില്ല സർ. വേണമെങ്കിൽ എന്റെ ഭാര്യയോട് ചോദിച്ചോളൂ. പക്ഷേ മെഹുലിന് മനസ്സിലായി ആരാണ് മർഡർ ചെയ്തതെന്നും ആരാണ് കള്ളം പറയുന്നതെന്നും. നിങ്ങൾക്ക് പറയാമോ ലോജിക്കൽ ആർമി, അന്ന് രജത്തിനൊപ്പം ആരായിരുന്നുവെന്നും ആരാണ് ഞാൻ പറയാം. ആ കയ്യിൽ മറ്റൊരു ചിഹ്നം ഉണ്ട്, അതേ ചിഹ്നം തന്നെ മറ്റവന്റെ കയ്യിൽ കണ്ടു. സത്യം കിട്ടും. തന്നെ CCTVയിലെ ഫൂട്ടേജ് വീണ്ടും നോക്കൂ. ഇയാളുടെ കയ്യിൽ ഒരു ടാറ്റു ഉണ്ട്. അതുപോലെ സെയിം ടാറ്റു നീരവിന്റെ കയ്യിലുമുണ്ട്. നീരവാണ് രജത്തിനൊപ്പം മദ്യം കഴിക്കുവാനുണ്ടായിരുന്നത്. മെഹുൽ നീരവിനെ കൈയോടെ പിടിക്കുന്നു. ചോദ്യം ചെയ്യലിൽ നീരവ് പറയുന്നു, രജത്ത് മറ്റൊരു ഡീലറിൽ നിന്നും